എൻ്റെ പേര് ഷീബ വർഗീസ്, മൂന്നാറിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് 2-3 കാര്യങ്ങളുണ്ട്. എൻ്റെ അമ്മ വഴി എനിക്ക് നടത്തി തന്ന ഒത്തിരി ഉപകാരങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ കടമ. ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഹൈ ഷുഗറാണ്. 750, 800 പോയി കോമ സ്റ്റേജിലായി. ICU കിടന്ന് എല്ലാവരും അറിയിച്ചോളം വരാൻ പറഞ്ഞ് 3-4 പ്രാവശ്യം വിളിച്ച് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് അന്ത്യകുദാശ വരാൻ തന്ന സമയങ്ങളുണ്ട് എനിക്ക്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇങ്ങോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ 3 മാസം ഞാനിപ്പോൾ ഈ ഉടമ്പടി എടുത്തിട്ട് 1 വർഷത്തോളമായി. ഒരു വർഷത്തോളമായി. ആ 1 വർഷത്തിനുള്ളിൽ ഇന്ന് വരെയായിട്ടും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടേ ഇല്ല. ഞാൻ കുരിശ് വരയ്ക്കാനിരിക്കുമ്പോഴാണ് ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് അത് കുരിശ് വരയ്ക്കും. കുരിശ് വരച്ചിട്ട് എന്നിട്ട് പറയും, നിനക്കൊരു കുഴപ്പം ഉണ്ടാകത്തൊന്നുമില്ല, നീ മാതാവിനെ മുറുക്കെ പിടിച്ചോ, നിനക്കൊരു കുഴപ്പം പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ പറയണത്. പിന്നെ അതുപോലെ ഞാൻ മരുന്ന് ഇന്നൊക്കെ ഷുഗറിനുണ്ടെങ്കിൽ ഞാൻ ഇൻസുലിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെയും വൈകുന്നേരവും 4 നേരവും ചെയ്തുകൊണ്ടിരുന്നവളാണ് ഞാൻ. ഇതിപ്പോൾ 2 നേരമാക്കി. ഇന്നിപ്പോൾ ഈ നിമിഷമായിട്ട് ഞാൻ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ല. ഒരു ഇച്ചിരി വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല ഈ നിമിഷം വരെ. സാധാരണ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ഏകദേശം ഷുഗറുകാർക്കൊക്കെ അറിയാമല്ലോ, അതേ അവസ്ഥയിൽ നിൽക്കണം. പക്ഷേ എനിക്ക് യാതൊരു കുഴപ്പം തോന്നുന്നില്ല, ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അമ്മ എന്നെ പിടിച്ച് നിർത്തുവാ ഇവിടെ. അതുപോലെ തന്നെ എനിക്ക് വീട്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി. ഇതുവരെ ഒരു വീടില്ലായിരുന്നു. കമ്പനി ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. കമ്പനിയിലെ കോൺട്രാക്ടറാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പം ഞങ്ങൾക്ക് വീട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ജീവിതാവസാനം വരെ ഞങ്ങൾക്ക് കമ്പനി ക്വാർട്ടേഴ്സിൽ താമസിക്കാം. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു വീട് വേണമെന്നുള്ളൊരു ഉടമ്പടി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ മുമ്പിൽ. അതെന്താണെന്നറിയത്തില്ല. ആ ഒരു വീടിങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ല. 5 പൈസ തന്നിട്ട് ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ എൻ്റെ ആങ്ങളെ എന്നോടൊന്ന് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്, നീ അതൊന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എടാ എനിക്ക് വേണ്ടടാ, നമ്മുടെ പൈസയൊന്നുമില്ലെന്ന് പറഞ്ഞു. നീ എന്തിനാ അതൊക്കെ അറിയാൻ പോണേ, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞു. വീട്ടിൽ വന്ന് വേറെ 2 മാസം ആയതേ ഉള്ളൂ. ആ പൈസ കംപ്ലീറ്റ് 40 അടുത്ത് വന്നു. ആ പൈസ മൊത്തം എൻ്റെ ആങ്ങളെ കൊടുത്തു. എനിക്ക് 5 പൈസയുടെ ചിലവ് പോലും ആ വീടിന് വന്നിട്ടേ ഇല്ല. ഞങ്ങൾ ഈ 14-ാം തീയതി അതിൽ കയറിക്കൂടി. നല്ല അത്യാവശ്യം വലിയൊരു വീട് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. തന്നെ ഞങ്ങൾക്ക് ജീവിതാവസാനം വരെ ആ കുടുംബത്തെ ഞങ്ങൾക്ക് സുഖമായിട്ടും, എനിക്കും എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡിനും അമ്മയുണ്ട്, ഞങ്ങൾക്ക് സുഖമായിട്ട് അവിടെ താമസിക്കും, ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ തന്നെ ഒരു വെരിക്കോസിൻ്റെ വന്നിട്ടാണെങ്കിൽ വലിയൊരു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു. കാരണം വെരിക്കോസ് വന്ന് കാല് വീർത്ത് പൊട്ടി ഒലിച്ച് ബ്ലഡൊക്കെ ഇങ്ങനെ ചീറ്റി വരുമായിരുന്നു. അതുപോലെ തുണിയിൽ മുക്കി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ബക്കറ്റോളം നമുക്ക് കിട്ടും. അതുപോലെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിയ സന്ദർഭമുണ്ട്. എന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞു. അതൊന്നും ശരിയായിട്ടൊന്നുമില്ല. വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്, ചെയ്തില്ല. ഇപ്പം ഞങ്ങൾ ഹോമിയോയും ആയുർവേദമൊക്കെ നടത്തി ഇതിലൊക്കെ നടന്നു. ഈ 1.5 വർഷമായിട്ട് കൊന്തയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ ഈ എണ്ണ എടുത്ത് വയ്ക്കും, ഈ ഉടമ്പടി പ്രാർത്ഥന എടുത്ത് വയ്ക്കും. എന്നിട്ട് കൊന്ത കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉടമ്പടി തൈലം എടുത്ത് വയ്ക്കും. എന്നിട്ട് ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ആ കാല് തൂത്ത് വിടും. എൻ്റെ നെറ്റിയിലും തൂക്കും, ഹസ്ബൻഡും തൂക്കും. തൂത്ത് കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ ആ മനുഷ്യൻ്റെ കാലിൽ ഒരു സിമെൻറ്റിൻ്റെ കോൺട്രാക്ടറാണെന്ന് പറഞ്ഞു. കോൺട്രാക്ടർ ആകുമ്പോഴത്തേക്ക് എന്തോരം പൊടി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി ഒഴുകും എന്നൊക്കെ അറിയാം. പക്ഷേ ഈ 1.5 വർഷം കൊണ്ട് ഇന്ന് വരെ കാല് പൊട്ടുവോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ, നടക്കാനും കയറ്റാൻ കയറാനും ഒരു നീരോ ഒന്നും ഒരു കുഴപ്പമില്ല. ആ കാലിന് നല്ല സുഖമായിട്ട് ആ കാലിരിക്കണം. എങ്ങനെ വ്രണമായിട്ട് ഇരുന്നു. ഇപ്പം അതിൻ്റെ അകത്ത് വ്രണം ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല. അതേ അവസ്ഥയിലാണ് ഇരിക്കണത്. അതേപോലെ ഇരുന്നതാണ്. നമുക്ക് തന്നെ സങ്കടം വരും. ഇങ്ങനെ ഒരുമാതിരി അറിയാം. അതേ രീതിയിൽ ഇരുന്ന ആ വ്യക്തിയുടെ കാലിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയാണോ ഈ മുറിവുണ്ടായെന്നുള്ളൊരു ചോദ്യം വന്നേക്കും, ചോദിക്കുകയും ചെയ്യും ആൾക്കാർ. അതും മാറിക്കിട്ടി. അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ കാര്യം, അതിന് MBA വരെ കഴിഞ്ഞതാണ്. ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചു, കിട്ടിയില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ജോബ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റായി. അതിൻ്റെ ഇതിലൊന്നും ഒന്ന് മുക്തി നേടിക്കൊണ്ട് വന്നേക്കണു. 1 മാസത്തെ സാവകാശം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും നടന്നു പോകണു. അങ്ങനെ അങ്ങോട്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ഫുൾ തമിഴാണ്.
ഞങ്ങളുടെ എസ്റ്റേറ്റിൽ ഞാനും വേറൊരു കൂട്ടർ മാത്രമേ ഉള്ളൂ മലയാളികളീസ് ഉള്ളൂ. ബാക്കി എല്ലാവരും തമിഴാണ്. എസ്റ്റേറ്റിൽ കൊളുന്ത് നുള്ളുന്നവരാണ്. പിന്നെ അവിടെ ഉള്ളവർക്ക് ഞങ്ങൾ തമിഴ് മാസിക കൊണ്ട് കൊടുക്കും. അവർ വായിക്കും. പിന്നെ എന്നോട് ചോദിക്കും, എന്നെ വിളിക്കണം അമ്മ എന്നാണ് വിളിക്കണം. അമ്മ ഇനി ഉണ്ടോ ബുക്ക് എന്നൊക്കെ ചോദിച്ച് എന്നോട് വാങ്ങിച്ച് ചോദിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കും, മനസ്സിലാക്കും. അപ്പോൾ അവർ പറയും വന്നെന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് മലയാളമായിട്ട് യാതൊരു ടച്ചിങ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് തമിഴാണ് കൂടുതൽ അറിയത്തുള്ളൂ. അതിൻ്റെ ഒരു വിഷമം എല്ലാവരുടെയും മനസ്സിലുണ്ട്. പിന്നെ രോഗികളെ പോയി സന്ദർശിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ 2 കിഡ്നിയും പോയിട്ട് ഒത്തിരി അസ്വസ്ഥത നിൽക്കുന്ന അവളെ പോയി ഞങ്ങൾ കാണും. ഞാനും എൻ്റെ ഹസ്ബൻഡും സഹായിക്കും. പറ്റുന്ന രീതിയിലൊക്കെ നന്നായിട്ട് തന്നെ സഹായിക്കാനുള്ള കഴിവ് അമ്മ ഞങ്ങൾക്ക് നന്നായിട്ട് നടത്തി തന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇതുവരെ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് ഒത്തിരി പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ പോയ ഒരു നിമിഷം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആത്മഹത്യയുടെ വക്കിൽ വരെ ഞങ്ങൾ എത്തിയ നിമിഷമുണ്ട്. അതിൽ നിന്നെല്ലാം ഞങ്ങൾ തരണം ചെയ്തുകൊണ്ട് ആ അമ്മ ഞങ്ങളെ കയ്യിൽ മുന്നോട്ട് നയിച്ചു. ഇതിൽ പോയച്ചാൽ മതി, നീ ഇതിങ്ങനെ നടന്നച്ചാൽ മതി, നീ അതിലേക്കൊന്നും പോകണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് കൈ പിടിച്ച് നടത്തി ഞങ്ങൾ ഈ നിമിഷം വരെ ഞങ്ങൾ കൊണ്ടെത്തിച്ച എൻ്റെ അമ്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. ആ അമ്മയ്ക്ക് 1000 നന്ദി പറയുക ഞാൻ ഈ നിമിഷത്തിൽ. നന്ദി.